ഷാങ്ഹായ് ഉച്ചകോടിയിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. രണ്ടും വളരെയധികം രസകരമാണ്. നമ്മളെപ്പോഴും, അതായത് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തുർക്കിക്ക് ഇന്ത്യ കൊടുക്കുന്ന പണി ചില്ലറ പണിയൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറന്നു വന്ന ഡ്രോണുകൾ, ഓപ്പറേഷൻ സിന്ധുവിൽ അത് തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു, തുർക്കി നിർമ്മിത ഡ്രോണുകളായിരുന്നു. അതിനുശേഷം തുർക്കിയെ നമ്മൾ വെള്ളം കുടിപ്പിച്ചു, ഇപ്പോഴും കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും, ചിലപ്പോൾ നാളെയും നമ്മളത് കുടിപ്പിച്ചേക്കും. ഇപ്പോഴിതാ തുർക്കി പ്രസിഡന്റ് എർദോഗനുമായി നരേന്ദ്രമോദി ഒന്ന് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സൗഹൃദമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച അത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഉണ്ടായിരിക്കുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടുകയാണ് ചെയ്തത്. ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയ്ക്കാണ് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൈകൾ കുലുക്കി പുറത്ത് തട്ടി തുർക്കി പ്രസിഡന്റ് എർദോഗനുമായുള്ള പ്രധാനമന്ത്രിയുടെ ഊഷ്മളമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നാണ്. ആ ഊഷ്മളത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ അടിവരയിടണം. ഷാങ്ഹായ് സഹകരണ സംഘത്തിൽ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയും തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ പ്രധാനമന്ത്രി മോദിയും എർദോഗനും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു അന്തരീക്ഷം കാണാമെന്നാണ് ഇവർ പറയുന്നത്. ആ വീഡിയോ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ. എന്തായാലും രണ്ട് നേതാക്കളും ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതും പ്രധാനമന്ത്രി മോദി മുതുകിൽ തലോടുന്നതും കാണാം. ഈ രംഗം ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം പിരിമുറുക്കത്തിലായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ഈ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഇതിനുശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ തുടങ്ങിയത്. ഈ സംഭവം, ഈ നടപടിക്ക് ശേഷം തുർക്കി പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ഇന്ത്യയെ വിമർശിക്കുകയും ചെയ്തു. ഇതിനിടയിൽ തുർക്കി പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫുമായി സംസാരിക്കുകയും ഇന്ത്യൻ ആക്രമണത്തെ വിമർശിക്കുകയും പാകിസ്ഥാനോട് അനുശോചനം അറിയിക്കുകയും ചെയ്തു. തുർക്കി പ്രധാനമന്ത്രി 350-ലധികം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ആ സമയത്ത് നൽകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുർക്കി ഇപ്പോൾ ഇന്ത്യയുമായി അടുക്കാനുള്ള ശ്രമത്തിലാണോ എന്നും പല ആൾക്കാരും ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം സംശയം ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.